ഹലോ, മിസ്റ്റർ മാധവൻ നായരല്ലേ? എന്താ സാർ ആ 50 ലക്ഷത്തിന്റെ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്? മാനേജർ ബേജാറാവണ്ട. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. 50 ലക്ഷത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. സാറിന് ആ തുക നിസ്സാരമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. എത്രയും പെട്ടെന്ന് തുക അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജപ്തി നടപടികൾ തുടങ്ങേണ്ടി വരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിക്കും തനിക്ക് മനസ്സിലായോ? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇത് സ്കട്ട് മിസൈല തകർക്കും. പക്ഷെ കോടതിയിൽ എന്ത് കാരണം പറയും? ആ ഭാഗം എനിക്ക് വിട്ടേരെ. തൊട്ടാ ഷോക്കടിക്കുന്ന ഒരു സാധനം ഞാൻ ഒപ്പിച്ചോളാം. പക്ഷെ സീത ചേച്ചിയെ ഒന്ന് സമ്മതിപ്പിക്കണം. അതാ പാട്. ആദ്യം കേൾക്കുമ്പോ ആരും ഒന്ന് ഞെട്ടും. ഇത്തിരി മനുഷ്യപ്പറ്റില്ലാത്ത പണിയാ. ഒരറവുകാരന്റെ നിസ്സംഗതയോടെ ഇത് ചെയ്യണം. അതാ വിഷമം. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഇതുപോലൊരു പാതകം ചെയ്യാൻ ഇതിലും നല്ലൊരു ദിവസം വേറെ കിട്ടുമോ മാധവൻ നായർ സാറേ? എന്റെ സീതയെ എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഈ പറയണേ. ഈ പെറ്റീഷനിൽ നീ ഒപ്പിടണം. അത് സാരില്ല, നമുക്കൊരു അത്യാവശ്യത്തിന് വേണ്ടിയല്ലേ. ദേവി പൊറുക്കും. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ മനസ്സിലാക്കി തരാം. ഒരു വിവാഹ മോചനം, സിമ്പിൾ ഡൈവേഴ്സ്. നീ വിഷമിക്കണ്ട. വെറുതെ ഡൈവേഴ്സ് ചെയ്യുകയല്ല. എന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിൽ ഇഷ്ടദാനം എഴുതി വെച്ചു കഴിഞ്ഞു. ഇതാ പ്രമാണം. ചേട്ടനില്ലാതെ എനിക്ക് എന്തിനാ ഈ സ്വത്ത്? ചേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അതൊന്നും ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ നാളെ തന്നെ ജോയിന്റ് പെറ്റീഷൻ കൊടുക്കും ഡൈവേഴ്സ് കിട്ടാൻ. എന്ത് കാരണം പറഞ്ഞ ഈ ഡൈവോഴ്സ്? അതിന്റെ കാരണത്തിനുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വക്കീൽ ഒപ്പിച്ചോളും. ഹർജി കൊടുത്താൽ അപ്പ തന്നെ പിരിച്ചു തരാമെന്ന് അയാളെ ഏറ്റിരിക്കുക. ഇത് നാളെ തന്നെ ഫയൽ ചെയ്യണം. ഞാൻ ഒപ്പിട്ടു, നീയും കൂടി ഒപ്പിട്ടാ മതി. നീ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വത്ത് മുഴുവൻ ബാങ്കുകാരും കടക്കാരും വന്ന് കൊണ്ടുപോകും. കമ്പനിയുടെ കടബാധ്യത 2 കോടിയാ. അതിൽ 1 കോടിക്ക് ഞാൻ സമാധാനം പറഞ്ഞേ പറ്റൂ. എന്നാലും വേണ്ടില്ല, ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. എങ്കിലിത് സംഭവിക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് മുഴുവൻ കടക്കാർ വന്ന് കൊണ്ടുപോകും. പ്രായമായ മോളുടെ കൈയും പിടിച്ച് നമ്മൾ തെരുവിലിറങ്ങും. വല്ല വാടക വീട്ടിലോ കടത്തിണ്ണയിലോ അന്തി ഉറങ്ങാം. ജീവിതം മുഴുവൻ പട്ടിണിയിലാവും. മോളെ ഏതെങ്കിലും ഒരു നിർധനന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടി വരും. നമ്മുടെ മോളെ ഇങ്ങനെ വഴിയാധാരമാക്കാനാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്? എല്ലാ സ്വത്തുക്കളും നിന്റെ പേരിലാക്കി നിന്നെ ഡൈവേഴ്സ് ചെയ്താൽ ഈ കടക്കെണിയിൽ നിന്നും ഞാൻ അതിവിദഗ്ധമായി തലയൂരും. നമ്മൾ ഈ ദാമ്പത്യം മുറിക്കുന്നത് നിയമത്തിന്റെ കണ്ണിൽ മാത്രമാണ്. പഴയതിലും അടിച്ചു പൊളിച്ച് നമ്മൾ ഭാര്യാഭർത്താക്കന്മാരായി സുഖമായിട്ട് ഇവിടെ കഴിയും. ഇത് നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും ഒരു ചെറിയ ടെക്നിക്കാ. എന്റെ മോളൊന്ന് ഒപ്പിട്ടെ. ഒപ്പിട്. ഇനി താലി പതുക്കെ ഇടൂ. കുഴപ്പമില്ല. സാറെന്താ ഇവിടെ നിന്ന് പറയണേ? ഞാനൊരു മസാല ദോശക്ക് ഓർഡർ കൊടുത്തിരിക്കുക. എന്താ നിനക്ക് വേണം? അയ്യോ, മസാല ദോശ അല്ല ആർക്കും ഇഷ്ടപ്പെടാത്ത. ഓടോ. ഡൈവോഴ്സ് കിട്ടി. ഇതുകൊണ്ട് കമ്പനിയുടെ കടബാധ്യതയെന്ന് ഞാൻ രക്ഷപ്പെട്ടു ഉള്ളൂ. ഞാൻ പലരിൽ നിന്നും പേഴ്സണലായിട്ട് കുറച്ച് എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. അതും കൂടി ബാലചന്ദ്രന്റെ തലയിൽ വെച്ചാൽ എനിക്ക് സമാധാനമായി. അതത്ര എളുപ്പമാണോ? ഈ കറുത്ത കോട്ട എനിക്കില്ല എന്നുള്ളൂ. അത്യാവശ്യം നിയമമൊക്കെ എനിക്കും അറിയാം. ആ ചതിയ ബാല, അയാള് പാപ്പർ ഹർജി കൂടി ഫയൽ ചെയ്തു. എന്തിന്? അയാള് കാലിന് ബീഫ് വെച്ച് കൊടുക്കുന്ന പാർട്ടിയാ. എന്തെങ്കിലും കാണാണ്ട് അയാൾ ചെന്ന് തോന്നുന്നുണ്ടോ? ആദ്യം സ്വത്തുക്കളെല്ലാം ഭാര്യയുടെ പേരിലാക്കി, പിന്നെ വിവാഹമോചനം വാങ്ങി. ഇപ്പൊ ലക്ഷങ്ങളുടെ കടബാധ്യത തീർക്കാൻ യാതൊരു മാർഗമില്ലാന്നും പറഞ്ഞ് ഇൻസോൾവൻസി ആക്ട് പ്രകാരം തന്നെ പാപ്പരായി പ്രഖ്യാപിക്കണമെന്ന് കോടതിയോട് കേണാപേക്ഷിച്ചിരിക്കുക. കോടതി അയാളെ പാപ്പരാക്കുമെന്ന് നമുക്ക് നാളെ അറിയാം. അങ്ങനെ അതും ജയിച്ചു. കൺഗ്രാചുലേഷൻസ്. നിനക്കല്ല, എനിക്കാ. എന്റെ പാപ്പർ ഹർജിയും കോടതി അംഗീകരിച്ചു. സീതാഭവനിൽ മാധവൻ നായർ ഇപ്പൊ പാപ്പര. നിയമത്തിന് മുന്നിൽ മാത്രം. സർവസ്ഥാവര ജംഗമ വസ്തുക്കൾക്കും കൂടി 500 രൂപയിൽ താഴെ വിലയുള്ള ഒരു പാവം നിർധനനായി ഈ നിൽക്കുന്നത്. ഇത് അവസാനത്തെ വിധിയൊന്നല്ലോ. കൗണ്ടർ കേസും അപ്പീലൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വീണ്ടും കോടതി വെച്ച് കാണാം.
ഇത്തിരി പൊക്കം ഉണ്ടെന്ന് വെച്ചേ ബുദ്ധി ഉണ്ടാവണമെന്നില്ല. എനിക്കെതിരെ നീ വാദിച്ച് ജയിക്കണമെങ്കിൽ വെറുതെ ബീഡി വലിച്ച് ആകാശത്തേക്ക് പുകവിട്ടിട്ടൊന്നും കാര്യമില്ല. നിയമപുസ്തകങ്ങൾ വായിച്ച് പഠിക്കണം. ഓക്കേ പളമി? എന്താ? അല്ല, കൂടെ വരാൻ പറയായിരുന്നു. എന്റെ നാത്തൂനെ മാധവൻ നായരുടെ പിരി വിട്ടെന്നാ തോന്നുന്നത്. എങ്ങനെ വിടാതിരിക്കും? അച്ഛൻ ഓട്ടുരുളി കമിഴ്ത്തി ഉണ്ടായ സന്താനമല്ലയോ, അതോ ഉരുളി കമിഴ്ത്താൻ കൊടുത്തപ്പോ അച്ഛൻ അതിൽ ലാഭം നോക്കി? ക്ലാവ് പിടിച്ച പഴയ ഉരുളിയാ കൊടുത്തതേ. ആ ക്ലാവ് മുഴുവൻ ചേട്ടന്റെ സെറിബ്രത്തിൽ കയറി ബ്ലോക്കായി. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉച്ചക്കർക്ക് ആരെങ്കിലും കാണിക്കൂ? ബാലൻസ് ഒന്നും ഇല്ലല്ലോ സാറേ. ഒരു 20 ലക്ഷം അതും പിൻവലിച്ചല്ലോ. എപ്പോ? കുറച്ചു നാളായി. മാധവൻ നായർ സാർ തന്നെയാ വന്നത്. ചിലപ്പോ പറയാൻ മറന്നതാവും. ആ പണം വാങ്ങാൻ വന്നതാണ്. ഏത് പണം? ബാങ്കിൽ നിന്നും പിൻവലിച്ച 20 ലക്ഷം. അതൊക്കെ അപ്പോഴേ കടം തീർത്തില്ലേ? ഏത് കടം? കമ്പനി ഉണ്ടാക്കിയ പഴയ ചില ബാധ്യതകളാ. അതൊന്നും നിനക്കറിയില്ല. വെറുതെ മുട്ടാപ്പോക്ക് പറയരുത്. അത് ശാരിയുടെ കല്യാണത്തിന് ഇട്ടിരുന്ന പണമാണെന്ന് നിങ്ങൾക്കറിയാം. അത് വാങ്ങാൻ ചെറുക്കന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. അങ്ങനെ പറയരുത്. ഈ പണം കിട്ടിയില്ലെങ്കിൽ എന്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങും. അന്ന് നിങ്ങളും കൂടി ഉറപ്പ് കൊടുത്തിരുന്നല്ലേ? ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. പണ്ട് അങ്ങനെ പലതും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നീ മനസ്സിൽ വിചാരിക്കണത് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നല്ലേ? എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാതെ തന്നെ. പ്ലീസ്, അവളുടെ ജീവിതം ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് ആ പണം കിട്ടിയേ പറ്റൂ. ചേടാ, എന്റെ മോനെ, എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേ കോടതി എന്നെ പാപ്പരാക്കിയത്. കല്യാണത്തിന്റെ പണം ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾ എടുത്തോളൂ. എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ട എടുക്കാൻ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാണ്. കാല് പിടിച്ച കാശുണ്ടാവോ? പറഞ്ഞത് കേട്ടില്ലേ? ഒന്ന് പോയാട്ടെ. നീ ആരാ ഇതിൽ ഇടപെടാൻ? കാശ് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. നീ പോടാ. മാധവനാരെ, ഇത് ചതിയാ. ഇതുവരെ നിങ്ങളുടെ എല്ലാ കൊള്ളരുതായ്മകളും ഞാൻ സഹിച്ചു ഇവൾക്ക് വേണ്ടി. ഇനി അതുണ്ടാവില്ല. എന്റെ അനിയത്തിയുടെ കല്യാണം മുടങ്ങിയാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ പെർഫോമൻസ് ഒക്കെ കൊള്ളാം, പക്ഷെ അത് നിന്റെ വീട്ടിൽ മതി. നന്ദിയുണ്ട് മാധവനാരെ. മരിച്ചുപോയ സുഹൃത്തിന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഈ ചെയ്തെന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ നിങ്ങൾ ഈ ചെയ്തതിന് എന്നെ എണ്ണി കണക്കി വെച്ചില്ലെങ്കിൽ ഞാൻ കേശവമേനോന്റെ മകൻ ബാലചന്ദ്രനല്ല. എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കല്യാണത്തിന് വെച്ചിരുന്ന പണമാണ്. അതൊക്കെ അവന്റെ അടവായി ചെയ്യും. കല്യാണം നടത്താൻ അവന്റെ വേറെ ഇഷ്ടംപോലെ പണമുണ്ട്. ഓതിക്കൊടുത്ത് എന്റെ ചേട്ടനെ കൊലയ്ക്ക് കൊടുക്കണം. നീ നല്ല ആളാ. ബാങ്കിൽ പോയിട്ട് മണിക്കൂർ എത്രയായി? അദ്ദേഹം ഇരുന്ന് മുഷിഞ്ഞു. പ്രതീക്ഷിച്ച പണം കിട്ടിയില്ല. എനിക്ക് ഒരാഴ്ചത്തെ സമയം കൊടുത്താൽ. അത് ശരി, കല്യാണം കഴിഞ്ഞ് പണം തരാമെന്ന്. 20 ലക്ഷം ബാങ്കിൽ സേഫായി കിടക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആ പണം നഷ്ടപ്പെട്ടു. ഇതിത്തിരി പഴകിയ കേസായിട്ട് ഞാൻ സമ്മതിച്ചത് കിടപ്പാടത്തിന്റെ ആധാരം എഴുതിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒഴിവാക്കി പോകരുത്. നേരും നെറിയുമുള്ളവർ നാട്ടിലില്ലാഞ്ഞിട്ട് വേണമല്ലോ ഇവിടെ നിന്നൊരു ബന്ധം വെക്കാൻ. ദൈവത്തെ ഓർത്ത് അങ്ങനെ പോയിക്കോട്ടെ. മാധവൻ നായർ ചതിച്ചമ്മേ. ആ പണം അയാൾ തട്ടിയെടുത്തു. വേറെ ആരോടെങ്കിലും കടം വാങ്ങാൻ ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി. നടന്നില്ല. ഇത് നടക്കുമെന്നായപ്പോൾ എന്റെ മോൾ ഒരുപാട് സന്തോഷിച്ചു. സാരമില്ലമ്മേ, കല്യാണം കഴിച്ചില്ലെന്ന് കരുതി ഞാൻ ചത്തൊന്നും പോയില്ലല്ലോ. മോളെ, ബാലൻ ആകെ തകർന്നിരിക്കുക. അവൻ ഇതുകൂടി താങ്ങാനാവില്ല. വൈശ്യ ബാങ്കിൽ നിന്നും KM ഗാർമെന്റ്സ് എക്സ്പോർട്ടേഴ്സ് കുടിശ്ശിക വരുത്തിയിട്ടുള്ള 50 ലക്ഷം രൂപയും പലിശയും ഈടാക്കുന്നതിന് റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈ സ്ഥാപനം ജപ്തി ചെയ്തുകൊള്ളുന്നു. ജപ്തിക്ക് മുമ്പ് ഞങ്ങളുടെ പൈസ കാൽ കാശിന് വിലയില്ലാത്ത ചെക്ക് വെച്ച് 15 ലക്ഷം വാങ്ങിയതാ ലണ്ടൻ എക്സ്പോർട്ടിന്. മാധവൻ മുതലാളിയെ കണ്ടപ്പോ അങ്ങേര് കൈമലർത്തി. പാപ്പരാം, ഞങ്ങളുടെ നെഞ്ചു വെള്ളമാക്കിയ കാശ ഇങ്ങ് തന്നേരെ സാറേ. കമ്പനിയിൽ ആകെ 1 ലക്ഷം രൂപയേ ഉള്ളൂ. ഇത് നിങ്ങൾ വീതിച്ചെടുത്തോളൂ. പിന്നെ
ദാ ഇത് എന്റെ കാറിന്റെ താക്കോല. ഈ വീടും പറമ്പും കൂടി നമുക്ക് എഴുതി കൊടുക്കേണ്ടി വരും, ബാങ്കിന്റെ ബാധ്യത തീർക്കാൻ. അറിയാം, മാനേജർ ഇവിടെ വന്നിരുന്നു. എല്ലാറ്റിനും അമ്മ എന്നോട് പൊറുക്കണം. ഞാൻ കാരണം. നീ വിഷമിക്കരുത്. അച്ഛൻ പോയപ്പോഴേ ഈ വീടിന്റെ എല്ലാ വിളക്കുകളും അണഞ്ഞു. പറയൂ, എപ്പോഴാ മാറേണ്ടത്? ജപ്തി നടത്തിയെടുക്കാൻ അവർ അതിരാവിലെ എത്തുമെന്നാ പറഞ്ഞത്. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് മാനം കെടുത്താതിരിക്കാൻ. നിനക്ക് സങ്കടം കാണും. ഏയ്, എന്തിനാ അത്? എനിക്ക് സന്തോഷ. വെറുതെ കൊതിപ്പിച്ച് അവസാനം ശ്വാസം മുട്ടിക്കുന്ന വീടാ ഇത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു വാടക വീട് തരപ്പെടുത്തിയിട്ടുണ്ട്. സാറേ, ഇനിയും കുടിച്ച ആമാശയത്തിൽ ഉരുള് പൊട്ടി ഞാൻ ചത്തു. എടോ വക്കീലെ, ഇനി താൻ ചത്താലെന്താ? എന്റെ സ്വത്ത് മുഴുവൻ നാട്ടുകാര് കൊണ്ടുപോകാതെ താൻ രക്ഷിച്ചില്ലേ, അത് മതി. അവരായിരിക്കും. അയ്യോ, ഇതേതാ ഈ പുതിയ അവതാരം? ഇത് ഉജേഷ് ജാൻ, മധ്യപ്രദേശിന്നാ. വലിയ ജവിളി മലയാളിയാ. മാധവൻ സാറ് ഇരിക്കുമല്ലയോ? എന്താ കുറച്ചുകൂടെ മുറുക്കുന്നു? ഗസ്റ്റിനെ അപമാനിക്കരുത്. അയ്യോ, ഇത് ഗസ്റ്റ് അല്ല, ഗോസ്റ്റാ. വരൂ, ഫുൾ ലൂസാ. ലൂസും കാക്കാ പുരുഷനിക്ക്. വരൂ, ഇരിക്കും. നമസ്കാർ മാധവൻ നായർ. നമസ്കാർ. കൈസാ ഹൈ? സാബ് കുച്ച് ठीक है. ഡ്രിങ്ക് കരോ. ഹിന്ദി പറഞ്ഞത് മനസ്സിലായോ? എടുത്തു കുടിക്ക്. ഈ പഴുപ്പനോട് പറ, അന്ന് ഇവന്റെ മില്ലിന്ന് അയച്ച പഴന്തുണി കാരണ നമ്മുടെ കമ്പനി പൂട്ടിയെന്ന്. അത് പറയണ്ട, കമ്പനി അറിയാതെ 10 ലക്ഷം രൂപ നമുക്ക് കമ്മീഷൻ തന്നതാ. क्या बोलता है? ഇവിടെ ഇപ്പൊ ഒന്നും പോലത്തണില്ല. ഇവനെ നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കണം. അത് ഞാൻ ഏറ്റു. When will the company open? എന്നാ നമ്മുടെ പുതിയ കമ്പനി ഓപ്പൺ ചെയ്യുന്നതെന്ന്? അടുത്ത 12-ാം തീയതി ആവട്ടെ.